ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നതായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ്റെ ദുഷ്ടത പെരുകി അവൻ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണു പോയപ്പോഴാണ് ആദ്യമായി ഭൂമിയിൽ ദൈവം ജലപ്രളയം ഉളവാക്കിക്കൊണ്ട് 8 പേരൊഴികെ എല്ലാ മനുഷ്യരെയും നശിപ്പിച്ചു കളഞ്ഞത്. ദൈവം അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും പിന്നീട് വീണ്ടും പാപത്തിലേക്ക് പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനും താനുമായുള്ള ബന്ധം തകർന്ന അവസ്ഥയിൽ നിന്ന് ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം പല രീതികളിൽ പരിശ്രമിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ജനത്തെ ദീർഘമായ അടിമത്തത്തിൽ വിട്ട് അവരെ തിരിച്ചു വരുത്തുവാൻ ദൈവം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള എല്ലാവിധ സംരംഭങ്ങളും എല്ലാവിധമായിട്ടുള്ള മാർഗങ്ങളും ഒരിക്കലും ശാശ്വതമായ ഒരു പരിഹാരം നൽകുവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ദൈവം അവരോട് പ്രത്യേകമായിട്ട് ഒരു നൂതനമായ മാർഗം ഉപദേശിക്കുകയാണ്. തൻ്റെ ശ്രേഷ്ഠ പ്രവാചകനായ മോശയിലൂടെ 10 കൽപ്പനകൾ അവർക്ക് നൽകിയതിന് ശേഷം ആ കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കതിനുവണ്ണം അവരെ ദൈവം ഉപദേശിക്കുകയാണ്. എന്നാൽ ആ 10 കൽപ്പനകളും അവരനുസരിക്കാതെ വീണ്ടും പാപത്തിലേക്ക് വീണു പോകുമ്പോൾ അവരെ തൻ്റെ സ്നേഹത്തിലേക്കും തൻ്റെ കൃപയിലേക്കും മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ദൈവം മോശയിലൂടെ അവർക്ക് പുതിയൊരു കൽപ്പന നൽകുകയാണ്. അതായത് അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും വർഷത്തിലൊരിക്കൽ തൻ്റെ സന്നിധിയിൽ കടന്നു വരണം. തങ്ങൾ ജീവിതത്തിൽ വീണുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പാപത്തിൽ എവിടെയാണ് തങ്ങൾ തോൽപ്പിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് എങ്ങനെയാണെന്ന് സ്വയം ചിന്തിച്ച് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും തക്കവണ്ണമാണ് പാപത്തിൽ നിന്ന് എങ്ങനെ വിമോചനം നേടാൻ കഴിയുമെന്നുള്ളതിനെ ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ കൃപയിലേക്കും മടങ്ങി വരുവാൻ തക്കതിനൊണ്ണമാണ് ദൈവം ഒരു പുതിയ മാർഗം അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്നത്. ഹീബ്രു കലണ്ടറിൽ 7-ാം മാസമായ തിസ്രി മാസം 9-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അവർ ശബദായിട്ട് ആചരിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് ദൈവസന്നിധിയിൽ തങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണമാണ് ദൈവം അവരെ ഉപദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആമുഖമായി ഇന്നലെ നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ പാപപരിഹാര ദിവസമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രത്യേക ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ അനുഷ്ഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് പാപപരിഹാര ദിവസത്തിലേക്ക് വരേണ്ടതെന്നുമൊക്കെയും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം വളരെ വ്യക്തമായിട്ട് അവരോട് അവർ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ഇപ്രകാരം സ്വയം പരിശോധന നടത്തിക്കൊണ്ട് ആത്മതപനം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു പുതിയ ബന്ധം ദൈവവുമായിട്ട് സമർപ്പിക്കുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിനായിട്ട് ദൈവം കൽപ്പിക്കുന്നുണ്ട്. നാം ലേവ്യ പുസ്തകം 23-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു. എങ്ങനെയാണ് തൻ്റെ ജനം അത് അനുഷ്ഠിക്കേണ്ടതെന്ന് ദൈവം വ്യക്തമാക്കുന്നു. 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ഉപവസിച്ച് ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. വളരെ വ്യക്തമായിട്ട് ആ പാപപരിഹാര ദിനം എന്നാചരിക്കണമെന്നും എങ്ങനെ ആചരിക്കണമെന്നും ദൈവം വ്യക്തമാക്കുകയാണ്. We have been discussing about how God had given His commandment to fast and pray. And we find that in Leviticus chapter 16 verse 29, there it appears for the first time
where God speaks through Moses. He gives this commandment. It's a statute forever, so that their sins can be forgiven and they can come back to Him and again to His love and again for His compassion. They can go forward as one people serving one God. This is what God actually wanted. God wanted them to come back to Him. And for that, He instituted this great day, that is the Day of Atonement. We find that repeated again in Leviticus chapter 23, verse 27 and 28. And it reads thus, "Also on the 10th day of the 7th month, there shall be a day of atonement. It shall be an holy convocation unto you. And ye shall afflict your souls and offer an offering made by fire unto the Lord." So you have to make an offering to the Lord. That is an offering by fire to the Lord. Now, the word afflict your soul means to humble oneself, to humiliate, and also it should actually give a real change in the attitude of people. They should make a transformation. The transformation is not an external transformation. So God asks them to fast. They have to abstain from food. There should be an abstinence. So afflict the soul means it's the suffering that the soul makes, and God wanted them to have a look back on their lives. അത് ദൈവം തങ്ങളുടെ ശരീരത്തെ സ്വയം പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പീഡനമല്ല, ഭക്ഷണം വർജിച്ച് തങ്ങൾക്ക് സുഖവും തങ്ങൾക്ക് ആരോഗ്യവും ഒക്കെ നൽകുന്ന ഭക്ഷണത്തെ വർജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് സ്വയം താഴ്ത്തുന്ന ഒരനുഭവമാണ് ഇവിടെ നാം കാണുന്നത്. പാപപരിഹാര ദിവസത്തിൽ ദൈവം ജനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ പാപപരിഹാര ദിനത്തിൽ അത് ശബത്തായിട്ട് ആചരിക്കണം, അവർ ഭക്ഷണം വെടിയണം. വളരെ അഫ്ലിക്റ്റ് യുവർ സോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നാം അഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ പദത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ആനോ എന്നാണ്. ആനോ എന്ന എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ശരീരത്തിനുള്ള പീഡനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പീഡിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഉപവാസത്തെക്കുറിച്ചുള്ള അർത്ഥമാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഉപവാസമെന്ന് വ്യക്തമായി പറയുന്നില്ലെങ്കിലും എബ്രായ ഭാഷയിൽ ഉപവാസത്തിൻ്റേതായിട്ടുള്ള വ്യക്തമായ അർത്ഥമാണ് അത് നൽകുന്നത്. ഭക്ഷണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന അവസ്ഥയാണല്ലോ ഭക്ഷണം നൽകുന്നത്. അപ്പോൾ ആ പരിപോഷണം മാറ്റിവെച്ച് ശരീരത്തിന് പീഡനം സ്വയം നൽകിക്കൊണ്ട് ശരീര മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തെറ്റുകൾ എവിടെയാണെന്ന് പഠിച്ചുകൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് നിരപ്പ് പ്രാപിക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്, പ്രതിക്രിയയാണ് ദൈവം വിഭാവനം ചെയ്യുന്നത്. അത് പാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. ഡേ ഓഫ് അറ്റോൺമെൻറ്റ് എന്ന് പറയുന്ന കോഫർ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ടു കവർ, ടു ക്യാൻസൽ, ടു പാർഡൺ, ടു പേർജ്, ക്ഷമിക്കപ്പെടുന്ന, ശുദ്ധീകരിക്കപ്പെടുന്ന, അങ്ങനെ മറയ്ക്കുന്ന, അങ്ങനെയുള്ള പദങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു പരിപൂർണമായ ശുദ്ധീകരണം. ഈ പാപപരിഹാര ദിനമെന്ന് പറയുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ പാപത്തിൻ്റെ മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ പാപങ്ങളെ മുഴുവനായും ക്ഷമിക്കുവാൻ തക്കവണ്ണം അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച് ആ ദൈവത്തിൽ നിന്ന് ക്ഷമായാചനം ചെയ്ത് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ പാപപരിഹാര ദിനത്തിൽ നടക്കേണ്ടതായിട്ടുള്ളത്. പ്രധാനമായും ഈ കൽപ്പനയിൽ നാം കാണുന്നത് ഒന്നാമതായിട്ട് ഭക്ഷണം വർജിക്കണമെന്നുള്ളതാണ്. വാസ്തവത്തിൽ നാം പരിശോധിക്കുമ്പോൾ ചില വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഈ ഭക്ഷണം വർജിക്കണം എന്നുള്ള ഒരു തത്വം ഇതിൽ ഉൾക്കൊള്ളുവാൻ തക്കതിനുവണ്ണം ഇതിൽ വരുവാൻ കാരണം ഈ ഭക്ഷണമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഭക്ഷണം കൊണ്ടാണ് ഹവ്വായെ പാപത്തിൽ വീഴ്ത്തിയത്. അഥവാ ഹവ്വായെ അനുസരണക്കേടിലേക്ക് നയിക്കുവാൻ കാരണം പാമ്പ് വളരെ
ഉപയോഗിച്ച് അവളെ ആ വിലക്കപ്പെട്ട് കനി ഭക്ഷിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ച് അങ്ങനെ ആ ഭക്ഷണമാണ് ഹവ്വായുടെയും ആദാമിൻ്റെയും വീഴ്ചയ്ക്ക് മുഖാന്തരമായി തീർന്നത്, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നത്, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ അപ്രകാരമുള്ള അവസ്ഥയിൽ ഭക്ഷണമാണ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞതെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണം വർജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്വയം സമർപ്പിക്കുന്ന അതൊരു പീഡനമാണെന്ന് പറയുവാൻ കഴിയുകയില്ല. അപ്രകാരമുള്ള ഒരവസ്ഥയിൽ സ്വയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഒരു ശുദ്ധീകരണ പ്രക്രിയയായിട്ട് ആഹാരം വർജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം സമ്പൂർണ്ണമായിട്ട് വർജിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വരണമെന്ന് ദൈവം കൽപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉപവാസമെന്ന് പറയുന്നത് ഭക്ഷണവർജനം മാത്രമാണ് എന്ന് തിരുവചനം അനുശാസിക്കുമ്പോൾ ആധുനിക ചിന്താഗതിയുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ മറ്റ് പലതിനെയും ഉപവാസമാക്കി മാറ്റുന്നുണ്ട്. ഞാൻ കാലിഫോർണിയയിൽ സാൻ മാത്യു എന്ന സ്ഥലത്ത് ഒരു ഉപവാസ പ്രാർത്ഥന നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടവേളയിൽ ബ്രേക്ക് സമയത്ത് ഒരു സഹോദരി എൻ്റെ അടുക്കൽ, അമേരിക്കക്കാരിയാണ്, എന്നോട് പറഞ്ഞു, ബ്രദർ ഐ ആം ഹാവിങ് ആക്ച്വലി ഫാസ്റ്റ്. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഐ ആം ഹാവിങ് നൗ ഇറ്റ്സ് ഐ ആം ഹാവിങ് എ 40-day fast. And how many days have you fasted so far? No, I have almost completed 30 days. ഞാൻ 30 ദിവസമായിട്ട് ഉപവസിച്ച് കഴിഞ്ഞു. ഞാനൊരു 40 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേങ്കിൽ ആ സ്ത്രീയെ കണ്ടപ്പോൾ അവർ അപ്രകാരം ഒരു ഉപവാസം എടുത്തുകൊണ്ട് വന്ന ഒരവസ്ഥ അവരുടെ ശരീരത്തിൽ കാണുന്നില്ല. നമുക്ക് ഉപവസിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ തേജസ്സും ഒക്കെ ഇവിടെ കാണുവാൻ കഴിയും. പക്ഷേ ഇവരിൽ യാതൊന്നുമില്ല. വളരെ സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു സ്ത്രീയെ പോലെയാണ് അവർ വളർന്നത്. 30 ദിവസം ഉപവസിച്ച് യാതൊരു ലക്ഷണവും കാണുന്നത്. ഞാൻ പറഞ്ഞു, ക്യാൻ യു ടെൽ മീ ഹൗ യു ആർ ഫാസ്റ്റിംഗ് ഫോർ ദീസ് 30 days ആൻഡ് യു ഡോണ്ട് സീം ടു ഹാവ് എനി സോർട്ട് ഓഫ് വീക്ക്നെസ്? ആക്ച്വലി ഐ ആം ഹാവിങ് എ ടെലിവിഷൻ ഫാസ്റ്റ്. ഞാനൊരു ടെലിവിഷൻ ഉപവാസമാണ് ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ എ ടെലിവിഷൻ ഫാസ്റ്റ്? ഐ വിൽ നോട്ട് സീ ടെലിവിഷൻ ഫോർ ദ നെക്സ്റ്റ് 40 days. ദാറ്റ്സ് വാട്ട് ഐ ഡിസൈഡഡ്. സോ ഫോർ ദ ലാസ്റ്റ് 30 days ഐ ഹാവ് നോട്ട് ബീൻ സീയിങ് ടെലിവിഷൻ. സോ ഇറ്റ്സ് എ ടെലിവിഷൻ ഫാസ്റ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിബ്ലിക്കലി ദർ ഇസ് നോ സച്ച് തിങ് കോൾഡ് ടെലിവിഷൻ ഫാസ്റ്റ്. വേറൊരുത്തി വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ഫാസ്റ്റ്. ചോക്ലേറ്റ് പറഞ്ഞാൽ അത് ഞാൻ 21 ദിവസം ചോക്ലേറ്റ് കഴിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അതൊരു ഉപവാസമാണ്. ഇങ്ങനെ ചോക്ലേറ്റ് കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ടെലിവിഷൻ കാണാതിരിക്കുകയോ, ചില സഹോദരങ്ങൾ പറയും ഞാൻ ഒരു ഉപവാസത്തിലാണ്, കാരണം ഞാൻ 40 ദിവസം ഇനിയും സിഗരറ്റ് വലിക്കുകയില്ല. സിഗരറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഫാസ്റ്റിംഗ് ഇല്ല. സിഗരറ്റ് വലിക്കാതിരിക്കുന്ന ഇതൊന്നുമല്ല. ഇതൊക്കെ ചില നിഷ്ഠകൾ പാലിക്കുന്നതെന്നല്ലാതെ വാസ്തവമായിട്ടും ദൈവസന്നിധിയിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഉപവാസമെന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള ദൈനംദിന ഭക്ഷണം വെടിഞ്ഞുള്ള കാര്യമാണ്. അവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം, ഭക്ഷണത്തെ വെടിയണം എന്നുള്ളത് നിർബന്ധമാണ്. ഉപവാസമാകണമെങ്കിൽ അത് ഭക്ഷണത്തെ വെടിഞ്ഞുള്ള കാര്യമാണ്. നാം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വർജിച്ചത് കൊണ്ടൊരു കാര്യമില്ല, ടെലിവിഷൻ കാണാതിരുന്നതുകൊണ്ട് കാര്യമില്ല, സിഗരറ്റ് വലിക്കാതിരുന്നതുകൊണ്ട് കാര്യമില്ല. പരമോന്നതമായി ഉപവാസ പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വർജിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് വി ഹാവ് ടു അബ്സ്റ്റെയിൻ ഫ്രം ആബ്സ്റ്റിനൻസ് ഫ്രം ഫുഡ്. There is no such thing called like a television fast where you don't see television for a few days or a 40-day period. So what is most important? The fundamental principle in a fast declared unto the Lord according to the commandment which the Lord had given Moses. The fundamental principle is that we have to abstain from food. We should not take food. That's a fundamental principle. അങ്ങനെ രണ്ടാമതായിട്ട് നാം കാണുന്നത്, and secondly what we see is that we have to assemble together. You find God asking them to assemble together. എല്ലാവരും ഒരുമിച്ച് കൂടി വന്നാണ് അത് നടത്തുന്നത്. 23 ലേവ്യ പുസ്തകം 23 അധ്യായം 32 വാക്യത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള ശബത്താകുന്നു. മാത്രമല്ല അന്ന് നിങ്ങൾ ഉപവസിച്ച് ആത്മതപനം ചെയ്യണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ശബത്തായിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ദൈവം ഈ കൽപ്പന ഇവിടെ ആവർത്തിക്കുന്നത്. നാം നേരത്തെ കണ്ടു, ലേവ്യ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ കണ്ടു, അത് 23-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടു. ഇപ്പോൾ 23:32 വീണ്ടും ദൈവം അവരോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം ഉറപ്പിച്ചും തറപ്പിച്ചും അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾക്കൊരു ശാബത്തായിരിക്കണം. മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് കൂടി വരണം. അതാണ് ഇതിനകത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം. കാരണം ഇതൊരു പൊതുവായിട്ടുള്ള
ദൈവകോപം ഒരു വ്യക്തിയിൽ വരുന്ന കാര്യമല്ല, പൊതുവായി ഒരു സമൂഹത്തിന് ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം. കാരണം ദുർമാർഗവും അപ്രകാരമുള്ള പാപപങ്കിലമായ ജീവിതം കൊണ്ട് ദൈവത്തിൽ നിന്ന് പാടെ അകന്നുപോയ ഒരു സമൂഹത്തെ വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ കൃപയിലേക്കും ശക്തിയിലേക്കും മടക്കിക്കൊണ്ട് വരണമെങ്കിൽ അവർ ഓരോരുത്തരായിട്ട് ഭവനത്തിലിരുന്ന് ഉപസിച്ചാൽ പോരാ, അവർ കൂട്ടായിട്ട് ഒരുമിച്ച് വന്ന് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ രണ്ടാമതായിട്ട് വളരെ പ്രാധാന്യമായിട്ട് പറയുന്ന കാര്യം ഈ കൂടിവരവാണ്. അവർ ഒരുമിച്ച് കൂടി വരണം. മൂന്നാമതായിട്ട് പറയുന്ന കാര്യം യാതൊരു ജോലിയും ചെയ്യരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ശബത്തെന്ന് പറയുമ്പോൾ ഒരു ജോലിയും ചെയ്യാത്ത അവസ്ഥയാണ്. നമുക്കറിയാം 6 ദിവസം ദൈവം സൃഷ്ടികർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു, ശബത്തായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ അപ്രകാരമുള്ള ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ തിസ്രി മാസം 9-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള സമയത്ത് യാതൊരു ജോലിയും ചെയ്യുവാൻ പാടില്ല. സമ്പൂർണമായിട്ട് മറ്റുള്ള ഭൗതികമായ എല്ലാ ബന്ധങ്ങളും വെടിഞ്ഞ് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നാം ഉപവാസ പ്രാർത്ഥനയാണെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ തന്നെ നമുക്ക് ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കലും അപ്രകാരമുള്ള ഭൗതികമായ ചിന്തകളോ ഭൗതികമായ ജോലികളോ അല്ലെങ്കിൽ നമ്മെ ദൈവത്തിൻ്റെ ഏകാഗ്രതയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു കാര്യമോ ഉണ്ടാകാതെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അങ്ങനെ ഉപവസിക്കുവാൻ കഴിയാത്തവരെ, അല്ലെങ്കിൽ ഇങ്ങനെ ജോലി നഷ്ടപ്പെടുത്തി ജോലി ചെയ്യാതെ അവർ ഉപവസിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നശിപ്പിച്ച് കളയും ദൂരം ദൈവം കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നാം ഉപവാസം പ്രഖ്യാപിക്കാറുണ്ട്, ഉപവാസങ്ങൾക്ക് പോകാറുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് ഇപ്രകാരം ജോലി ഉപേക്ഷിച്ച് പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ മറ്റെല്ലാ ബന്ധങ്ങളും വിട്ട് ഏകാഗ്രതയോടെ അവരുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനോ ധ്യാനിക്കുവാനോ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് തിരിച്ചു നോക്കുവാനോ ദൈവത്തോട് നിലവിളിക്കുവാനോ കഴിയാറില്ല. അത് ഒരു വലിയ പോരായ്മയാണ്. ദൈവം ഏറ്റവും ആഗ്രഹം ജോലി ചെയ്യരുത് എന്ന് ദൈവം വ്യക്തമായിട്ട് കൽപ്പിക്കുന്നതിൻ്റെ കാരണം നമ്മുടേതായിട്ടുള്ള ശരീര മനസ്സുകൾ സമ്പൂർണമായിട്ട് ദൈവസന്നിധിയിൽ വിലയം പ്രാപിക്കണം. അവിടെ മറ്റ് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ഏകാഗ്രതയോ നമ്മുടെ ശ്രദ്ധയോ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയാകരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവം ഇപ്രകാരമുള്ള ഈ ഉപവാസ പ്രാർത്ഥന എന്ന പ്രക്രിയ ദൈവം കൽപ്പനയായിട്ട് തൻ്റെ ജനത്തിന് നൽകുമ്പോൾ ആ ജനം സമ്പൂർണ്ണമായിട്ട് തന്നിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്തിൽ ഭാഗികമായൊരു കാര്യമില്ല. അവരൊരുമിച്ച് കൂടി വരുന്നില്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ല. കാരണം ഓരോരുത്തരായിട്ട് അവരവരുടെ രീതിയിലായിരിക്കും ഇപ്രകാരമുള്ള ഓരോ കാര്യം. അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കൂട്ടായ കാര്യമാണ്. വ്യക്തിപരമായിട്ട് ഉപവസിക്കുന്നതും കൂട്ടമായിട്ട് ഉപവസിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യു സി, വി ഫൈൻഡ് ഗോഡ് ടെല്ലിങ് ദാറ്റ് ദ പീപ്പിൾ ഷുഡ് കം ടുഗദർ. ഇറ്റ്സ് എ കോർപ്പറേറ്റ് ഫാസ്റ്റ്. And also we see the fundamental principle of abstinence from food, that is number one. Secondly, they have to come together and then they should do no work on that particular day. It should be a day of rest because God wants them to completely be in His presence without any sort of external pressure, any sort of external disturbance. He wants them to be completely depending on Him, praying to Him and looking back at their faults and drawbacks, and then He wants them to completely commit themselves to Him, to repent and come back to Him. And for that you need a lot of concentration. If you think that you have to go for a work, or you just come for a part-time from work and then come and attend fasting prayers, as some do. When I conduct fasting prayers, you find morning, you find somebody in the evening, they are not there because they are gone for their work. Or somebody who is coming in the morning is not there in the night, and somebody who is coming in the night will not be there in the morning. So it's not a fasting prayer. You can't call it a fast. It's a part-time thing, and God is not pleased to have any part-time business in fasting. God wants us to completely surrender ourselves to Him, our time completely to Him. That's the most important thing, you see.
when you go for your work, you are dividing your time between God and your work. Here, God wants us to completely surrender ourselves to Him. Give all our time to Him. It's a 24 hours fast, and we find that God demands that we should be completely surrendering ourselves to Him and be in His presence. That's the most important thing. And what we find here is that the length or the duration of the fasting prayer, that also God gives. So the minimum duration of the fasting prayer, what God commanded is 24 hours. See, ദൈവം അതിൻ്റെ ദൈർഘ്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു തിസ്രി മാസം 9-ാം തീയതി സൂര്യാസ്തമനം മുതൽ 10-ാം തീയതി സൂര്യാസ്തമനം വരെയാണ് ഉപവസിക്കേണ്ടത്. അപ്പോൾ അതിന് ദൈർഘ്യവും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉപവസിക്കേണ്ട കാര്യമില്ല, അതിൽ കുറച്ച് ഉപവസിക്കാൻ സാധ്യമല്ല. അതിനൊരു ദൈർഘ്യമുണ്ട്, ഒരു നിബന്ധനയാണ്. മാത്രമല്ല ആ ഉപവാസം നടത്തേണ്ട സമയവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം 7-ാം മാസമാണ് തിസ്രി മാസം. അപ്പോൾ വ്യക്തമായി തൻ്റെ ജനം തന്നിലേക്ക് തിരിയുവാനും വ്യക്തതയോടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാനും പുതിയൊരു ബന്ധം താനുമായിട്ട് രൂപപ്പെടുത്തുവാനും തക്കതിനോണം വളരെ കൃത്യതയോടും വ്യക്തതയോടുമാണ് ദൈവം ഈ ഉപവാസ പ്രാർത്ഥന എന്ന പ്രക്രിയ പ്രഖ്യാപിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ ഈ കൽപ്പന നൽകിയത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ആധുനിക സഭകളും ആധുനിക ശുശ്രൂഷകളുമൊക്കെയും ഈ വലിയ തത്വം മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ വലിയ തത്വം ആധുനിക സഭകളും ആധുനിക ശുശ്രൂഷകളും ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്ന അതിമഹത്തായ പ്രക്രിയയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് അതിശയോക്തിയല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ കൃപയിലേക്കും കരുണയിലേക്കും മടങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് ഈ ഉപവാസ പ്രാർത്ഥന. So it's a great privilege what God has given us so that we can return to Him. You know, when we fall in sin and when we draw away from Him, still He is after us. He wants us to be going back to His love, going back to His care, going back to His compassion. And for that, the action should be from our part. He has given us a definite plan to go back. He has given us a definite process to go through. So that is the fasting prayer. So when we fast and pray, and when we observe the principles, it's not simply a hunger strike, and it's not simply abstain, not taking food for one day. It's not that. But when we observe the principles which are given by God, and when we fast and pray, definitely once again we can come back to His love and to His care. നമ്മുടേതായിട്ടുള്ള പാപത്തിൽ നിന്ന് വിമോചനം നേടിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലേക്കും കരുണയിലേക്കും നമുക്ക് വീണ്ടും മടങ്ങി ചെല്ലുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനകൾ മുഖാന്തരമാക്കും. അതിനാണ് ദൈവ കൽപ്പന തന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതരായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഈ സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക്, അവിടുത്തെ സ്നേഹത്തിലേക്ക്, അവിടുത്തെ കരുണയിലേക്ക്, അവിടുത്തെ കാവലിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് കൽപ്പിച്ചു വന്നിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് അവിടുത്തെ സ്നേഹത്തിലേക്കും അവിടുത്തെ കൃപയിലേക്കും മടങ്ങി വന്ന് നിൻ്റെ നാമമഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഈ വചനങ്ങൾക്ക് ഓരോരുത്തരും നമുക്ക് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.